നമസ്കാരം മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹൈപ്പർ ആക്ടിവിറ്റിയും ശ്രദ്ധാവൈകല്യവും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ചലംദാസ് ആണ് മൈ ഡോക്ടറിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. എന്താണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും ശ്രദ്ധാവൈകല്യവും? ഹൈപ്പർ ആക്ടിവിറ്റി ശ്രദ്ധാവൈകല്യം എന്ന് പറയുന്നത് ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന കുട്ടികളിലും എല്ലാ പ്രായക്കാരിലും കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. അത് നമുക്ക് തലച്ചോറിൻ്റെ ഒരു രോഗാവസ്ഥയായിട്ടാണ് ഇന്ന് സയൻസ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന ലക്ഷണങ്ങൾ ഈ ശ്രദ്ധാവൈകല്യം എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെയുണ്ട്, ശ്രദ്ധാവൈകല്യം. യാതൊരു കാര്യങ്ങളിലും ഏകാഗ്രചിത്തരായിട്ട് ഇരിക്കാൻ അവർക്ക് കഴിയില്ല. രണ്ടാമത്തത്, അവർ പലപ്പോഴും എടുത്തിയാട്ട സ്വഭാവക്കാരായിരിക്കും. എടുത്തിയാട്ടം എന്ന് പറയുമ്പോൾ ചിന്തിക്കാതെ അവർ പല കാര്യങ്ങളും പ്രവർത്തിക്കുകയും ക്ലാസ് റൂമിലാണെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ ഹോംവർക്കൊക്കെ നേരത്തെ ചെയ്ത് തീർക്കും, അവരുടെ ക്ലാസ് വർക്ക് നേരത്തെ ചെയ്ത് തീർക്കും. എന്നിട്ട് ബാക്കി സമയത്ത് അവർ മറ്റുള്ള കുട്ടികളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ക്ലാസ്സിൽ ഓടി നടക്കുക, സംസാരം കൂടുതലായിരിക്കുക, പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ അനുസരിക്കാതിരിക്കുക, അങ്ങനെ അതെല്ലാം നമുക്ക് ആ ശ്രദ്ധ വൈകല്യത്തിൽ വരാം. അതോടൊപ്പം ഇവർ ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞല്ലോ, ഇവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ട് ഓടുന്നു, തിരിച്ച് ഓടി വരുന്നു, മറ്റുള്ളവരുടെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നു, ക്ലാസ്സിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവരിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ ഇവർ ദേഷ്യക്കാരായിരിക്കും പൊതുവിൽ. ഇപ്പോൾ നമ്മൾ എടുത്തിയാട്ടക്കാരായതുകൊണ്ട് ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ അവർ പെട്ടെന്ന് പ്രതികരിക്കും. അപ്പം അതും ഇവരിൽ നല്ല രീതിയിൽ കാണാറുണ്ട്. അപ്പം ശ്രദ്ധക്കുറവ്, പിന്നെ എടുത്തിയാട്ട സ്വഭാവം, പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി, അങ്ങനെ 3 ഘടകങ്ങൾ ചേർന്നതാണ് പൊതുവിൽ നമ്മൾ ഈ ADHD എന്ന് പറയുന്ന ഈ അവസ്ഥ. ഇത് ഈ കുട്ടികളിൽ മാത്രമാണോ കണ്ടുവരുന്ന ഈ രോഗാവസ്ഥ? കുട്ടികൾ സാധാരണ പൊതുവിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് കുട്ടികളിലാണെങ്കിലും ഇത് എല്ലാ പ്രായക്കാരിലും, ഇപ്പം കൗമാരാവസ്ഥയിലുള്ളവരിലും പ്രായം ഉള്ളവരിലും ഇത് കാണാറുണ്ട്. പ്രായമുള്ളവരിൽ കാണുന്ന ഈ 3 ശ്രദ്ധക്കുറവും ഹൈപ്പർ ആക്ടിവിറ്റിയും എടുത്തിയാട്ട സ്വഭാവവും ചേർന്ന അവസ്ഥയ്ക്ക് നമുക്ക് അഡൽട്ട് ADHD എന്ന് പറയും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആവാനുള്ള ശ്രമത്തിലായിരിക്കുമെന്ന് അല്ലേ? അപ്പോൾ ഇവർ ഈ പഠന കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ ഒരു ശ്രദ്ധാവൈകല്യം അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ? ഓക്കെ, പഠന കാര്യത്തിൽ നമുക്കറിയാം, ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അത് തലച്ചോറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധയില്ലാത്തൊരു കുട്ടിക്ക് കാര്യങ്ങൾ തലച്ചോറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ശ്രദ്ധക്കുറവുള്ള ഈ സ്റ്റോർ ചെയ്ത കാര്യത്തിനെ നമ്മൾ വീണ്ടും രണ്ടാമത് എടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓർമ്മ എന്ന് പറയുന്നത്. അപ്പം പൊതുവിൽ ഇവരിൽ ഓർമ്മ കുറവായിരിക്കും. അപ്പം പഠനത്തിൽ നല്ലപോലെ പിന്നോക്കം പോകാനുള്ള ഒരു ആദ്യത്തെ 5-6 ക്ലാസ്സുകൾ വരെ കുഴപ്പമുണ്ടാവില്ല. കാരണം നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ നിരന്തരമായി ശ്രദ്ധ പോവുകയും 6ാം ക്ലാസ്സിലാകുമ്പോൾ അവർക്ക് പഠന ഭാരം കൂടുകയും ചെയ്യും. ആ സമയത്ത് ഒത്തിരി തനിയെ ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വരും. അപ്പോൾ ശ്രദ്ധക്കുറവുള്ളത് കൊണ്ട് ഇവർക്ക് ഒരു പുസ്തകം വായിക്കാൻ കൊടുത്താൽ ഒരു 2-3 മിനിറ്റിന് മേലെ ആ പുസ്തകത്തിൽ ശ്രദ്ധയോടെ ചെലവഴിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അവരുടെ മാർക്ക് വളരെ വളരെ കുറയും 6ാം ക്ലാസ്സിന് ശേഷം. നമുക്കൊരു കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കരൺ എന്നാണ്. ചോദിച്ചോളൂ ഡോക്ടറോട്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. 5 വയസ്സാണ്. അപ്പം ഞങ്ങൾ സിംഗപ്പൂരാണ്. ഇവന് ഇന്ത്യയിൽ വന്ന സമയത്ത് സ്കൂളിൽ ചേർത്തായിരുന്നു. സ്കൂള് ഒരു സ്ഥലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടുത്തെ ഡോക്ടർ ADHD ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ തിരിച്ചു കൊണ്ടുവന്നു. സിംഗപ്പൂരിലെ ഡോക്ടറെ ചെക്ക് ചെയ്തു. അവര് പറഞ്ഞു കുട്ടി നോർമലാണ്. ഇതിന്റെ ഒരു ടെസ്റ്റിംഗ്, ഇതിന്റെ ആക്യുറസി ഒന്ന് പറഞ്ഞു തരാമോ? ഇത് നല്ലൊരു ചോദ്യമാണ്. ഇത് നമുക്ക് ക്ലിനിക്കലി, അതായത് ഒരു ഡോക്ടർ അവലോകനം ചെയ്ത് ആണ് സാധാരണ ADHD ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. അതിന് ഡോക്ടർക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള, ഇപ്പം കുട്ടികൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ക്ലാസ് മുറികളിലാണല്ലോ. അപ്പം ക്ലാസ് മുറികളിൽ ടീച്ചേഴ്സിൻ്റെ ഇൻപുട്സ് വളരെ പ്രധാനമാണ് ഈ ADHD ഡയഗ്നോസിൽ. പിന്നെ ഒരു സ്ഥലത്ത് മാത്രം ഇവരിങ്ങനെ ശ്രദ്ധക്കുറവും ഒത്തിരി ഹൈപ്പർ ആക്ടിവിറ്റിയും കാണിച്ചതുകൊണ്ട് മാത്രം അത് ADHD ആവില്ല. അത് ഒന്നോ
അതിലധികമോ സ്ഥലങ്ങളിൽ അവർ ഇതേ സ്വഭാവം കാണിച്ചെങ്കിൽ മാത്രമേ അതിന് നമുക്ക് ADHD എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ADHDയുടെ റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. നമ്മൾ നെറ്റിലൊക്കെ നോക്കി കിട്ടും. ADHD റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്താൽ അപ്പോൾ ആ റേറ്റിംഗ് സ്കെയിൽ ഒരു ടീച്ചറിൻ്റെയോ ഒരു ഡോക്ടറുടെയോ സഹായത്താൽ നമ്മൾ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് ലെവലുണ്ട്. ഇപ്പോൾ ADHD 3 തലത്തിൽ നമുക്ക് കിട്ടും. മൈൽഡ് ആയിട്ടുള്ള അവസ്ഥകളുണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ള അവസ്ഥകളുണ്ട്, സിവിയർ അവസ്ഥകളുണ്ട്. അപ്പോൾ ഈ 3 അവസ്ഥകളെ വേർതിരിച്ചറിയുവാൻ നമുക്ക് ഈ റേറ്റിംഗ് സ്കെയിൽ ഉപകരിക്കും. അപ്പം ഡോക്ടറും പിന്നെ വേണമെങ്കിൽ ചില സമയത്ത് നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ചൈൽഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനവും തേടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഈ കുട്ടികളിൽ കണ്ടുവരുമ്പോൾ അവരൊരു കൃത്യമായ ശ്രദ്ധ കൊടുക്കാതെ വരുമ്പോൾ അത് വളർന്നു വരുമ്പോഴും അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അതല്ലാതെ ഈ ഒരു 2 വയസ്സ് മുതലൊക്കെ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അതല്ലാതെ ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എപ്പോഴെങ്കിലും എത്തുന്നുണ്ടോ? അല്ലെങ്കിൽ മുതിർന്നവരിൽ ആരെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കോ മറ്റോ ഈ ശ്രദ്ധ കുറവുണ്ടാകുന്നതോ മറ്റോ ഉണ്ടാകുന്നുണ്ടോ? സാധാരണഗതിയിൽ ADHD അത് ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങി അത് ഒരു 18% ആളുകളിൽ 18 വയസ്സോടെ 40% ആളുകളിൽ അത് ചിലരിൽ സ്വാഭാവികമായി അത് മാറാറുണ്ട്. 60% ആളുകളിൽ അത് തുടർന്ന് ഉള്ള അവസ്ഥയായിട്ട് കാണാറുണ്ട്. അപ്പം ഇത് ചെറുപ്രായത്തിലെ തുടങ്ങി കൗമാരാവസ്ഥയിൽ കടന്ന് പ്രായപൂർത്തിയിലേക്ക് പ്രവേശിക്കുന്ന അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്ന ഒരു അസുഖമായിട്ടാണ് 60% പേരിലും കാണുന്നത്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. പറഞ്ഞോളൂ. അപ്പൊ ഇപ്പൊ പഠിക്കുമ്പോഴൊക്കെ പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ വായിക്കാനൊന്നും പറ്റില്ലൊരു അശ്രദ്ധ. ഓക്കെ. അപ്പൊ അല്ല കൗൺസിലിങ്ങിന് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എങ്കിൽ ഈ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ അശ്രദ്ധ പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, ഒരു 20% താഴെ മാർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. ഈ ശ്രദ്ധക്കുറവ് മൂലമുള്ള പഠന വ്യത്യാസങ്ങൾ ഇപ്പം നമ്മുടെ ശ്രദ്ധ ഇപ്പം മൊബൈലിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള വേറെ മാധ്യമങ്ങളിലേക്കോ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ശ്രദ്ധാവൈകല്യം കാണാറുണ്ട്. അതിന് നമുക്ക് ADHD എന്ന് എടുക്കാൻ പറ്റില്ല. എന്തായാലും ഒരു ഡോക്ടറുടെ അഭിപ്രായം എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഒരു കോളറുടെ സംശയം അനുസരിച്ച് അതായത് ഈ അശ്രദ്ധ പലർക്കും ഒരുവിധം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് ഈ ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്നവരിലൊക്കെ ഉണ്ടാകുമോ ഈ ഒരു പ്രശ്നം എന്നുള്ളത്. ഇത് ഏത് ഘട്ടത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് ചികിത്സിക്കണം എന്നുള്ളത്? ഈ ശ്രദ്ധക്കുറവ് എന്ന് വെച്ചാൽ ADHDയിൽ മാത്രമല്ല മറ്റ് പല അവസ്ഥകളിലും കാണാറുണ്ട്. ഉദാഹരണം ഇപ്പം ഉത്കണ്ഠാകുലനായിരിക്കുന്ന ഒരാൾക്ക് ശ്രദ്ധക്കുറവ് കാണാം. അതുപോലെ വിഷാദ രോഗത്തിൻ്റെ അവസ്ഥകളുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധക്കുറവ് കാണാം. അപ്പം അതൊന്നും നമുക്ക് ADHD ആയിട്ട് കണക്കിലെടുക്കാൻ പറ്റില്ല. ADHD എന്ന് പറയണമെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞ 3 അവസ്ഥകൾ അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഒന്ന് ശ്രദ്ധക്കുറവ്, രണ്ടാമത്തത് എടുത്തിയാട്ട സ്വഭാവം, മൂന്നാമത്തത് ഹൈപ്പർ ആക്ടിവിറ്റി. ഇതിൽ ഈ ADHD തന്നെ ചിലപ്പോൾ വേറൊരു രീതിയിൽ കാണപ്പെടാറുണ്ട്. ചില ADHDയിൽ നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി മാത്രമേ കാണുള്ളൂ, ചിലതിൽ ശ്രദ്ധക്കുറവ് മാത്രമേ കാണുള്ളൂ, ചിലതിൽ മിക്സ്ഡ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ 3 ടൈപ്പ് അവിടെയും ചിലപ്പം ADHDയിൽ വ്യത്യാസമുണ്ട്. വേറൊരു ADHDയിൽ കാണുന്നൊരു സ്വഭാവം എന്ന് പറയുന്നത് ഇവർ എന്തും നമ്മൾ പറഞ്ഞു കൊടുത്താലേ ഇവർ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ അലസരായിരിക്കും. പൊതുവെ അലസത, മടി, ഇത് രണ്ടും കാണും. പിന്നെ കാര്യങ്ങൾ ഇവരിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടേയിരിക്കും. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. ഇവർ പരീക്ഷയ്ക്ക് ഒരിക്കലും നേരത്തെ പഠിച്ച് തീർക്കത്തില്ല. കാരണം ഇവർക്ക് പ്ലാനിങ് അല്ലെങ്കിൽ ആ ഓർഗനൈസിങ് കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു 2 ദിവസം മുന്നേ ആയിരിക്കും ചിലപ്പോൾ ഇവർ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. അത് സ്വാഭാവികമായിട്ട് നടക്കുകയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ചിലപ്പോൾ ആങ്സൈറ്റിയോ ഡിപ്രഷനോ എല്ലാം ADHDയിൽ കാണാറുണ്ട്. നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. അടൂന്ന് വിളിക്കുകയാണ്, ഷാജിയാണ്. എൻ്റെ മോൻ്റെ കാര്യം പറയാനായിട്ട് സ്കൂളിലെ ആക്ടിവിറ്റീസിനെ പറ്റിയാണ്. പുള്ളി കൂടുതലായിട്ട് പഠിക്കുന്ന കാര്യത്തിലില്ല, കളിക്കുന്ന കാര്യത്തിലാണ് കൂടുതലായിട്ടുള്ളത്. അതിനെപ്പറ്റി ഒന്ന് പറയാനാണ്. അത് ഈ ADHDയിൽ ഞാനിതിനെപ്പറ്റി കുറച്ച് വിശദമായിട്ട് പറഞ്ഞോട്ടെ. ADHD എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തന വൈകല്യമാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പം അതിൽ ADHDയിൽ ശ്രദ്ധക്കുറവുണ്ട്. ശ്രദ്ധക്കുറവ് വരുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലൊരു പ്രത്യേക ഭാഗമുണ്ട്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ആ ഭാഗത്തുണ്ടാകുന്ന ചില കെമിക്കലിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളിൽ ശ്രദ്ധക്കുറവ് മൂലം വേണ്ട രീതിയിൽ പഠനത്തിൽ, അതായത് എഴുത്തിലും വായനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാറില്ല.
അപ്പം വീട്ടിൽ പൊതുവേ നമുക്ക് ആ കുട്ടികളിൽ ശ്രദ്ധ കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അവരിൽ സ്വാഭാവികമായി വളർന്നു വരേണ്ട എഴുതാനും വായിക്കാനുള്ള കഴിവ് നമ്മൾ ആർജിതപ്പെടുത്തിയെടുക്കുന്നതാണ്. അത് സ്വയമേ ഉണ്ടാകുന്ന ഒരു കഴിവല്ല, ആർജിതമായിട്ട് എടുക്കുന്ന കഴിവാണ്. അപ്പോൾ ആ എഴുത്തിലും വായനയിലുള്ള കഴിവിൽ പിന്നോക്കം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ പഠിക്കാനുള്ള കാര്യങ്ങളിൽ അവർ അലസത കാണിക്കും, അല്ലെങ്കിൽ അതിൽ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അതുകൊണ്ട് അവർ സ്കൂളിൽ ഈ പഠനം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ സജീവമായിരിക്കും. പക്ഷേ പഠനത്തിൽ അവർക്ക് അതിൽ ആ പഠനത്തിൽ മുഴുകിയിരിക്കാനുള്ള വൈകല്യം ഉള്ളത് കൊണ്ട് അവരതിൽ താല്പര്യം കാണിക്കണമെന്നില്ല. അപ്പോൾ അതൊരു ഡോക്ടറുടെ ഒരു അഭിപ്രായം എടുത്തോളൂ കേട്ടോ. അതുപോലെ ഇപ്പം നമുക്കറിയാം ഈ സ്കൂളുകൾക്ക് പരിസരത്തൊക്കെ ലഹരി മരുന്നുകളുടെയൊക്കെ വിൽപ്പന പതികമായിട്ട് വരികയാണ്. കുട്ടികളുടെ ഉപയോഗവും അതിനനുസരിച്ച് വരികയാണ്. ഈ ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇതും തമ്മിൽ ബന്ധമുണ്ടോ? ADHD ഉള്ള കുട്ടികളിൽ ഞാൻ പറഞ്ഞു, അതിൽ അവർക്ക് എടുത്തുചാട്ട സ്വഭാവം, അതായത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാവും. അപ്പം ഈ ADHD ഉള്ള കുട്ടികൾ സ്വാഭാവികമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആ പ്രവണത അവരിൽ ധാരാളമായി കാണുന്നുണ്ട്. അതുപോലെ ഇപ്പം ഒത്തിരി ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കാനുള്ള പ്രവണതയുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം, റോഡിലൊക്കെ നോക്കുമ്പോൾ കുട്ടികളിങ്ങനെ വളരെ സ്പീഡിൽ ബൈക്ക് ഇങ്ങനെ സ്വിങ് ചെയ്തൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ചിന്താ സ്വഭാവമില്ലാത്ത ADHD, എല്ലാവരും ADHD എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ തന്നെ അവരിൽ ഭൂരിഭാഗവും നല്ല ഒരു ശതമാനം പേരും ഈ ADHD എന്ന ഈ വൈകല്യത്തിന് അടിമകളാണ്. അതുകൊണ്ട് അവരിൽ ഇങ്ങനത്തെ സ്വഭാവ ദൂഷ്യങ്ങൾ ഒത്തിരിയായിട്ട് കാണപ്പെടാറുണ്ട്. ഈ പഠന വൈകല്യം എന്താണ് യഥാർത്ഥത്തിൽ? പഠന വൈകല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രദ്ധക്കുറവുള്ള കുട്ടികളിൽ കാണുന്ന, അപൂർവമായി ശ്രദ്ധക്കുറവില്ലാത്തവരിലും കാണാറുണ്ട് പഠന വൈകല്യം. എഴുതാനും വായിക്കാനുള്ള കഴിവിലുള്ള വൈകല്യമാണത്. എന്നുവെച്ചാൽ ആ കുട്ടികൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ അക്ഷരങ്ങളെയും വാക്കുകളെയും മനസ്സിലാക്കുവാനും അവ തലച്ചോറിലേക്ക് കൊണ്ടുവന്ന് അത് വായനയിൽ കൊണ്ടുവരുമ്പോൾ, വായന എന്ന് വെച്ചാൽ ഒരു സങ്കീർണമായൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിലേക്ക് അവർക്ക് അവരുടെ മനസ്സിനെ കൊണ്ടുവരാൻ പ്രയാസമാണ് ഈ പഠന വൈകല്യം ഉണ്ടെങ്കിൽ. എഴുതാനും വായിക്കാനും പൊതുവിലുള്ള പിന്നെ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ. ഇപ്പം സാധാരണ കുട്ടികളൊരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പഠന വൈകല്യമുള്ള കുട്ടികളിൽ ആ ഒരവസ്ഥ എന്നുവെച്ചാൽ വളരെ കുറവായിരിക്കും. വേറൊന്ന്, നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യാൻ ഒരു കഴിവുണ്ടാവും. ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു, അതിൻ്റെ സംഗ്രഹം പറയണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കഴിയും. പക്ഷേ പഠന വൈകല്യമുള്ള കുട്ടികൾ പലപ്പോഴും അതിന് കഴിയണമെന്നില്ല. അതായത് എഴുതാനും വായിക്കാനും ഉള്ള ഒരു വൈകല്യത്തെയാണ് നമുക്ക് പഠന വൈകല്യം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പാഠങ്ങൾ തനിയെ വായിച്ച് അവർക്ക് അറിഞ്ഞ് മുന്നോട്ട് പോയി എഴുതി വിജയിക്കുവാൻ സാധിക്കുകയില്ല. നമുക്കൊരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഞാൻ പ്രതീഷ് കുമാർ ഫ്രം തലശ്ശേരി. ഓക്കെ. അപ്പൊ ഡോക്ടർ, എന്റെ മകൻ വന്ന് പഠിക്കും കോൺസെൻട്രേഷനേ ഇല്ല. പറഞ്ഞോളൂ. അപ്പൊ എന്താന്ന് വെച്ചാല് അവൻ ഇരിക്കും, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് പോവുക, പിന്നെയും വന്നിരിക്കുക. പിന്നെ അതേ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചാല് കുറച്ച് ഓക്കെയാണ്. എന്തെങ്കിലും കുറച്ച് നമ്മൾ റഫായിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ആകെ ഔട്ട് ഓഫ് മൂഡാണ്. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. അത് ADHDയുടെ ഒരു ലക്ഷണമാണ്. അവന് ശ്രദ്ധക്കുറവുണ്ട്, പിന്നെ അവന് എടുത്തിയാട്ട സ്വഭാവമുണ്ട്. അതാണ് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും ആ മകനെ ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത്ര നേരം ഇതിനെക്കുറിച്ച് വരാനുള്ള കാരണങ്ങളും അതൊക്കെ പറഞ്ഞു. ഇപ്പോൾ പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ മസ്തിഷ്കത്തിലെ ചില രാസമാറ്റങ്ങളാണ് ഇതിന് ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ശ്രദ്ധാവൈകല്യത്തിന് കാരണം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് തന്നെയാണോ അതിന് കാരണം? എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രശ്നം? അതെ, ഏറ്റവും പുതിയ പഠനങ്ങൾ നമ്മോട് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ നമുക്ക് ഈ നെറ്റിയുടെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, ആ ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് 2 കെമിക്കലുകളാണുള്ളത്. അനേകം കെമിക്കലുകളുണ്ട്. പക്ഷേ ADHDയിൽ നമുക്ക് ഒരു നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ എന്ന് പറയുന്ന 2 കെമിക്കലുകളുണ്ട്. ഈ നോറെപ്പിനെഫ്രിൻ എന്ന കെമിക്കലാണ് സാധാരണയായി നമുക്ക് ഏകാഗ്രതയും അലേർട്ട്നെസ്, ഉണർവ് തരുന്ന ഒരു കെമിക്കൽ. അപ്പം ADHDയിൽ ആ ഒരു കെമിക്കലിൻ്റെ അളവ് കുറവായിരിക്കും. കുറവെന്ന് നമ്മൾ പറയാറില്ല, ഔട്ട് ഓഫ് ട്യൂൺ എന്നാണ് പറയുന്നത്, ഔട്ട് ഓഫ് ട്യൂൺ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് സ്വാഭാവികമായിട്ട് ശ്രദ്ധക്കുറവും അലേർട്ട്നെസ്സും കുറയുന്നത്. പിന്നെ ഡോപ്പമിൻ എന്ന് പറയുന്ന വേറൊരു കെമിക്കലുണ്ട്. ആ ഒരു കെമിക്കലാണ് നമുക്ക് ഒരു ഡ്രൈവ് തരുന്നത്. ഡ്രൈവ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യണം, ആരും പറയാതെ തന്നെ. ചില കുട്ടികൾ ആരും പറയാതെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യും. രാവിലെ എഴുന്നേക്കും, പല്ല് തേക്കും, കുളിക്കും. പക്ഷേ ADHD ഉള്ള കുട്ടികൾ നമ്മളങ്ങനെ പറഞ്ഞാലേ അവർ രാവിലെ എഴുന്നേക്കുള്ളൂ, പറഞ്ഞാലേ അവർ പല്ല് തേക്കുള്ളൂ, പറഞ്ഞാലേ അവർ കഴിക്കുള്ളൂ, പറഞ്ഞാലേ പുസ്തകം എടുത്ത് ബാഗിൽ വയ്ക്കുകയുള്ളൂ, പറഞ്ഞാലേ ഷൂസിലുള്ളൂ. അപ്പോൾ ഇതെല്ലാം 1000 പ്രാവശ്യം പറഞ്ഞാലും 1001 വീണ്ടും അവരത് തന്നെ ചെയ്യും.
ഇത് ഈ ബ്രെയിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന കെമിക്കലിൻ്റെ ഔട്ട് ഓഫ് ട്യൂണിങ് കൊണ്ടാണ് വരുന്നതെന്നാണ് പുതിയ സയൻസ് പറയുന്നത്. കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. മോന് അവന് ഏത് നേരം ഞാൻ പഠിക്കാൻ പറയുമ്പോ ഭയങ്കര ദേഷ്യവും എന്ന് വെച്ചാല് എന്തെങ്കിലും പറഞ്ഞാൽ രാവിലെ അവന് എന്താ സെന്റ് ഫ്രാൻസിസ്കോയിൽ പഠിക്കുന്നത്. അതെ, അവൻ രാവിലെ എഴുന്നേക്കുന്നത് 7:45 8 മണിയാകുമ്പോ എഴുന്നേറ്റ് ഉടനെ ബഹളം, അമ്മയും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ പഠിച്ചെന്ന് പറയാതെ ഒന്നും പഠിക്കാറില്ല. എന്തെങ്കിലും പറഞ്ഞ ഭയങ്കര ദേഷ്യവും. അല്ല, അങ്ങനെ ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ഒന്ന് അസസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പല അവസ്ഥകൾ കൊണ്ടുണ്ടാകും. ചിലപ്പം സ്വഭാവ വൈകല്യങ്ങളാകാം, ചിലപ്പോൾ ADHD തന്നെയാകാം. അപ്പോൾ അതെന്തായാലും ഒന്ന് കാണിച്ചോളൂ. ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതനുസരിച്ച്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു കുട്ടിയിലുണ്ടാകുന്ന ഈ ഒരു പ്രശ്നം അത് വലുതാകും തോറും ആ കുട്ടികൾ കൃത്യമായ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് വലുതാകും തോറും ഇത് കൂടുതലായി വരികയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തുടക്കം അവരിൽ നിന്ന് തന്നെയായിരിക്കണം. ഡോക്ടറിലേക്ക് എത്തുന്നതിന് മുൻപ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. എന്തൊക്കെയാണ് മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കാര്യം? ADHDയുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് വളരെ സജീവമായിട്ടുള്ള പങ്കുണ്ട്. കാരണം ചില പഠനങ്ങൾ പറയുന്നത് 2 വയസ്സിന് താഴെ നമ്മൾ തുടർച്ചയായിട്ട് കുട്ടികളെ TV കാണിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കാർട്ടൂണുകൾ, ഗെയിംസ് തുടങ്ങിയ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ADHD വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈ വീട്ടിൽ നമ്മൾ കുട്ടികളെ ഈ ജങ്ക് ഫുഡ്സ് ഉണ്ടല്ലോ, നമുക്ക് കളറിങ് ഏജൻസ് ഉള്ള, പ്രിസർവേറ്റീവ്സ് കൂടുതലുള്ള ആഹാര രീതികൾ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ADHD വരാം കൂടുതലായിട്ട്. അല്ലെങ്കിൽ ഉള്ള ADHDനെ അത് കൂടുതലായിട്ട് പ്രകടിപ്പിക്കാം എന്ന് അമേരിക്കയിലെ ഒരു നല്ലൊരു ജേണലിൽ സ്റ്റഡി വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നമ്മൾ ADHD ഉള്ള കുട്ടികളെ കുറച്ച് ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വായിക്കുമ്പോൾ അവരോട് പറഞ്ഞ് വായിക്കാൻ പറയുക. എന്നുവെച്ചാൽ ശബ്ദത്തിൽ വായിക്കട്ടെ. പിന്നെ എഴുതുമ്പോൾ അവർ പറഞ്ഞെഴുതട്ടെ. പിന്നെ നമ്മൾ കൂടെ ഇരുന്ന് അവരെ എന്ന് വെച്ചാൽ മോട്ടിവേറ്റ് അല്ലെങ്കിൽ അവരെ ഉത്തേജനം കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ട് അവർ പലപ്പോഴും അവരുടെ ശ്രദ്ധ മാറിപ്പോകാം. അപ്പം കൂടെ ഇരുന്ന് വായിച്ചു കൊടുക്കുന്നത് ADHD ഉള്ള കുട്ടികളിൽ ഒത്തിരി ഗുണം ചെയ്യുന്നത് കാണാറുണ്ട്. പിന്നെ ഞാൻ TVയും കാർട്ടൂണുകൾ, ഗെയിംസ് തുടങ്ങിയവയുടെ ഉപയോഗം അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന സമയം വളരെ വളരെ പരിമിതപ്പെടുത്തുക. കോളുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാൻ കണ്ണൂരിൽ നിന്ന് ഷാജിയാണേ. ചോദിച്ചോളൂ. കണ്ണൂരിൽ നിന്ന് ഷാജിയാണ്. പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ കൊച്ചിന് ചെറുക്കനാണ്, 8 വയസ്സുണ്ട് അവന്. അതെ. അവന് ഈ പറഞ്ഞ പോലെ പിന്നെ ചില കാര്യങ്ങൾ ചെറുപ്പത്തിൽ മുതലേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ തിരിച്ചെഴുതുന്നു. അതെ. ഒരു രായൊക്കെ നമ്മൾ ഇപ്പുറത്തുനിന്ന് തുടങ്ങി ഇങ്ങോട്ട് എഴുതുന്നു. ഒന്ന് എഴുതുന്നത് താഴേന്ന് മേളിലേക്ക് എഴുതുന്നു. അങ്ങനെ എഴുത്തങ്ങനെ ശ്രദ്ധിച്ച് ഞങ്ങളത് കുറച്ച് പറഞ്ഞ് മാറ്റുന്നുണ്ട്. പക്ഷെ അവന് ഒരു കാര്യത്തിനും ശ്രദ്ധിക്കുന്നില്ല. നമ്മളിപ്പം പറഞ്ഞ ABCD പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് 2-3 ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ അതിന്റെ അകത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാ അക്ഷരം അവൻ ചോദിക്കും. ഓക്കെ, അത് അങ്ങനെയുള്ള അവസ്ഥ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ADHDയും പഠന വൈകല്യം കൊണ്ട് ചേർന്ന് വരുന്ന അവസ്ഥകളിലാണ് ഇതുപോലെ ഈ അക്ഷരങ്ങളൊക്കെ തിരിച്ചെഴുതുക. ചെറുപ്രായത്തിൽ കുഴപ്പമില്ല, 4 വയസ്സ് വരെയൊക്കെ നമ്മളത് കാണാറുണ്ട്. അത് കഴിഞ്ഞത് തനിയെ കറക്റ്റഡ് ആകുന്നു നോർമലായിട്ടുള്ള കുട്ടികളിൽ. പക്ഷേ ADHDയും പഠന വൈകല്യവും ഉള്ള കുട്ടികളിൽ ഈ അവസ്ഥ തുടരാറാണ് പതിവ്. അത് തീർച്ചയായിട്ടും മകനെ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഇത്ര നേരം കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മുതിർന്നവരിൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ആയാലും ഒരു വൈകല്യമായാലും അത് എത്രത്തോളം ഭയക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, അഡൽസിൽ 40% പേരിൽ ഒരു 18 വയസ്സാകുമ്പോൾ ADHD മാറും. 60% പേരിൽ അത് പ്രായപൂർത്തിയായവരിലേക്കും തുടരും. അപ്പോൾ ആ അവസ്ഥയെ നമ്മൾ അഡൽട്ട് ADHD എന്ന് പറയും. ഈ അഡൽട്ട് ADHD പ്രായമായവരിൽ ഇത് കാണുന്ന വേറെ രീതിയിലാണ്. അവരിൽ ഹൈപ്പർ ആക്ടിവിറ്റി കാണണമെന്നില്ല, പക്ഷേ അതിന് പകരം ശ്രദ്ധക്കുറവ് അവരിലുണ്ടാവും. ഇമ്പൾസീവ്നെസ്, എടുത്ത് ചാട്ട സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ടാവും. അവർ റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒന്നിലും ഒരു ക്ഷമയോ തൃപ്തിയോ അവർക്കില്ല. തുടർച്ചയായിട്ട് ജോലികൾ മാറിക്കൊണ്ടിരിക്കാം. പിന്നെ വലിയ വലിയ ഐഡിയകൾ അവർക്കുണ്ടാവും. എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, പക്ഷേ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവില്ല. പിന്നെ പ്രയോറിറ്റൈസേഷൻ, കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ കാണാനുള്ള കഴിവ് അവർക്ക് കുറവായിരിക്കും.
പിന്നെ ഓർഗനൈസേഷൻ, ഒരു ഏകീകൃതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഈ പ്രായമായവരിൽ കുറവായിരിക്കും. പിന്നെ അവരിൽ ലഹരി വസ്തുക്കൾ ഉപയോഗം കൂടുതലാകും, അപകടങ്ങൾ അവർ കൂടുതലായിട്ട് ഉണ്ടാക്കാം. ഡ്രൈവ് ചെയ്യുമ്പോൾ മിക്കവാറും അപകടങ്ങളുണ്ടാകും, വണ്ടി അവിടെ ഇവിടെ എല്ലാം തട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കുടുംബപരമായിട്ട് മാരിറ്റൽ കോൺഫ്ലിക്ട്സ്, ഭാര്യയായിട്ടോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളായിട്ടോ സ്വരച്ചേർച്ചയില്ലായ്മയും ഈ പ്രായമായവരിൽ കാണാറുണ്ട്. ഇപ്പോൾ നമുക്കാണെങ്കിൽ കുട്ടികളിലൊക്കെ ആണെങ്കിൽ തുടക്കത്തിൽ അത് ശ്രദ്ധ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ ഈ ഒരു മുതിർന്ന കഴിയുമ്പോൾ അവരിൽ ഈ ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ഒരു സാധ്യത, അത് മാറാനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട്? പുതിയ പഠനങ്ങളിൽ കുട്ടികളിലെന്ന പോലെ തന്നെ നമുക്ക് മുതിർന്നവരിലും വ്യത്യാസങ്ങൾ, ചെറിയ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന സെഷൻസും പിന്നെ ADHDക്ക് ഫലപ്രദമായ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അധികം സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത നല്ല മരുന്നുകൾ ലഭ്യമാണ്. അപ്പം ഈ മരുന്നുകൾ നമ്മൾ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ അത്രയും നമുക്ക് ഒരു പൂർണ്ണമായ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും പ്രായപൂർത്തിയായാലും ഒരു 60% മേലെ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് മരുന്നുകൾക്ക് കഴിയുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. ഇപ്പോൾ ഈ ADHD കൂടുതലായിട്ട് ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നത് പെൺകുട്ടികളിലേക്കാൾ ആൺകുട്ടികൾക്കാണെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അത് അങ്ങനെയാണെങ്കിൽ അതെന്താണ് അതിന് കാരണം? ആൺകുട്ടികളിലാണ് സാധാരണ ADHD കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. അതിന് കൃത്യമായൊരു കാരണം ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത് ജനിതക കാരണങ്ങളാണ് ഉണ്ടാകുന്നത് പറയുന്നത്. ഇപ്പം നമുക്ക് ഓട്ടിസം എന്ന് പറയുന്ന അവസ്ഥ, അതും ആൺകുട്ടികളിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ADHDയും ആൺകുട്ടികളിൽ കൂടുതൽ കാണുന്നു. കൃത്യമായ ഒരു ഉത്തരം സയൻസിന് അതിനില്ല. ജനിതക കാരണങ്ങളാലും പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് അന്തരീക്ഷപരമായിട്ടുള്ള കാരണങ്ങൾ, ചെറുപ്പത്തിലുള്ള ചില ടോക്സിൻസിൻ്റെ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ചില മരുന്നുകളുടെ എക്സ്പോഷർ, അതുകൊണ്ടൊക്കെ ചിലപ്പം ADHD വരാം. പക്ഷേ ഒരിക്കലും അത് തെളിച്ചിട്ടില്ല അങ്ങനെ വരാമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ ഇതൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ? ഇത് തീർച്ചയായിട്ടും നമ്മൾ ADHD നമ്മൾ വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ കുട്ടികളുടെ ഭാവി തന്നെ അത് മാറ്റിമറിക്കാം. കാരണം ADHD നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സിച്ച് വേണ്ട രീതിയിൽ അവർക്ക് മാർഗ്ഗനിർദ്ദേശം കൊടുത്ത് പോവുകയാണെങ്കിൽ നല്ലൊരു കരിയറിലേക്ക് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വലിയ വലിയ കമ്പനികളുടെ CEOസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ADHD ഉള്ളവരായിരിക്കും. കാരണം അവർ അത്ര ഊർജ്ജം അവർക്കുണ്ട്. അപ്പം അവരുടെ കീഴിൽ വലിയൊരു ടീം തന്നെയുണ്ട്. നല്ല രീതിയിൽ പോകാനായിട്ട്, മറ്റുള്ളവരുടെ സപ്പോർട്ടിൽ നല്ല രീതിയിൽ പോകാനായിട്ട് അവർക്ക് കഴിയും. ഇല്ലായെങ്കിൽ ഇതുപോലെ പഠനത്തിൽ പിന്നോക്കം, അവരുടെ കരിയർ മോശമാവുന്നു, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ജോലിയിൽ സ്ഥിരതയില്ലായ്മ, അപകടങ്ങൾ, പിന്നെ മാരിറ്റൽ കോൺഫ്ലിക്ട്സ്, ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ ഏറെയാണ്. അപ്പം നല്ല രീതിയിൽ ചികിത്സിച്ചാൽ വളരെ ഫലപ്രദമായി മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ADHD. നോർമൽ അല്ലാത്ത ഒരാളെ മാനസിക രോഗിയായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് നമ്മളിപ്പോൾ. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ലക്ഷണങ്ങൾ അനുസരിച്ച് ഒരു കുട്ടി ഒരിക്കലും നോർമൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ഒരു മാനസിക രോഗിയായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടാകും. ഇത്തരം സാഹചര്യത്തിൽ എന്താണ് ഇത്തരം നമ്മുടെ സമൂഹത്തോടായാലും അല്ലെങ്കിൽ ഈ ഒരു കുട്ടികളുടെ മാതാപിതാക്കളോടായാലും എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇന്നത്തെ അവസ്ഥയിൽ ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ ADHD തലച്ചോറിൻ്റെ ഒരു രോഗാവസ്ഥയാണ്, അല്ലാതെ അത് മനസ്സുമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരു അവസ്ഥയല്ല. ഹൃദയത്തിൻ്റെ അസുഖം പോലെ തന്നെ ഹൃദയത്തിൻ്റെ അസുഖം വരുമ്പോൾ നമുക്ക് നെഞ്ചുവേദനയായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ തലച്ചോറിൻ്റെ അവസ്ഥ, ഈ ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ അതിൻ്റെ പ്രോസസ്സിങ് കുറയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ശ്രദ്ധാവൈകല്യം, പഠനവൈകല്യം തുടങ്ങിയ കാര്യങ്ങളായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതൊരിക്കലും ഒരു മാനസിക അസുഖമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. പകരം ഇതിന് തലച്ചോറിൻ്റെ ഒരു രോഗാവസ്ഥ അങ്ങനെയായിട്ട് കാണുന്ന ആ ഒരു രീതി വിദേശ രാജ്യങ്ങളിലെല്ലാം, ഇപ്പോൾ കേരളത്തിലും അത് നല്ല രീതിയിൽ ആ ഒരു ചിന്താഗതിക്ക് മാറ്റം വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വളരെയധികം അറിയാവുന്ന കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെയധികം നന്ദി മൈ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. മൈ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.